ഇന്ന് വൈകിട്ട് കൂട്ടപ്പെരുക്കം. ഇന്ന് വൈകിട്ട് 6:30 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നത്. അതിനുശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. 1951 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ 6:30 പുറത്തു വന്നു തുടങ്ങും. അതിന് ശേഷമായിരിക്കും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കൂട്ട അടി നടക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം പ്രീപോൾ സർവേ നടന്നിരുന്നു. എന്നാൽ പ്രീപോൾ സർവേയിൽ അത്ര കൃത്യതയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോരായ്മ. കൂടുതൽ ശാസ്ത്രീയതയും കൂടുതൽ വ്യക്തതയും ഉള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ്. അതായത് ഇന്ന് 6:30 ശേഷം വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ് കൂടുതൽ വ്യക്തതയും ശാസ്ത്രീയതയും ഉള്ളത്. വോട്ടെടുപ്പ് കഴിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിലെ അടി. 3 പേരാണ് ഇപ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വടംവലിയിൽ പങ്കെടുക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. ഈ 3 പേർ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം മുതൽ പരസ്പരം കടിച്ചു കീറാനായി നിൽക്കുന്ന 3 പേരാണ്. പരസ്പരം ഫണ്ടിറക്കി സ്വയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ച ആൾക്കാരാണ്. അവരുടെ അനുയായികൾ പരസ്പരം സൈബർ ആക്രമണം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവർ പരസ്പരം കാട്ടിക്കൂട്ടിയ കടിപിടികളെല്ലാം നമുക്കറിയാം. അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഇന്ന് 6:30 ശേഷം. ഇന്ന് കോൺഗ്രസിൽ കൂട്ടപ്പെരുക്കം തുടങ്ങുകയാണ്. അത്തരത്തിലുള്ള അടിയായിരിക്കും നടക്കുക. കാരണം VD സതീശനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നേ മതിയാവുകയുള്ളൂ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നേ മതിയാവുകയുള്ളൂ. KC വേണുഗോപാലിനെ സംബന്ധിച്ചും അത് തന്നെയാണ് അവസ്ഥ. ഈ 3 പേർക്കും കൃത്യമായ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം VD സതീശന് കൃത്യമായ ഫണ്ടുണ്ട്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായ ഫണ്ടുണ്ട്. KC വേണുഗോപാലാകട്ടെ രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ സാമ്പത്തിക പിന്തുണയുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തിക പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ 3 പേർ തമ്മിൽ വിലപേശുന്നത്. അതിനിടയിൽ 2 പേർ തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരു കോംപ്രമൈസിൽ എത്തിയിരിക്കുകയാണ്. അവരൊരു പുതിയ ചേരിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അഥവാ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ തങ്ങൾ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് 2 പേരും കൂടിച്ചേർന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള പല സമവാക്യങ്ങളും ഇന്ന് എക്സിറ്റ് പോളിന് ശേഷം നടക്കാം. പല സമവാക്യങ്ങളും പുതിയതായി ഉണ്ടാകാം, പല സമവാക്യങ്ങളും ഇല്ലാതെയാകാം. അത്തരത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂട്ടയടി നടക്കുന്ന അതിൻ്റെ ക്ലൈമാക്സ് ആണ്, അടിയുടെ ക്ലൈമാക്സ് ആണ് ഇന്ന് 6:30 ശേഷം കോൺഗ്രസിൽ ഉണ്ടാവുക. ഇനി വിരലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ മെയ് 4-ലേക്ക്. അതിനിടയിൽ കോൺഗ്രസ്സുകാർ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ 3 പേർ നടത്തുന്ന ചന്തയടി കാണാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ ആത്മവിശ്വാസത്തിലാണ് LDF ഇത്തവണ എത്തി നിൽക്കുന്നത്. CPM-ന്റെ ബ്രാഞ്ച് തലത്തിലുള്ള കണക്കുകൾ എടുത്തുകൊണ്ടാണ് അവരത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തങ്ങൾ 3ാം തവണയും തുടർഭരണത്തിലെത്തും എന്ന് തന്നെയാണ് LDF-ന്റെ വിശ്വാസം. LDF-ലാകട്ടെ അത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇല്ല. കാരണം നേരത്തെ തന്നെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നവർ മുൻകൂട്ടി ഉറപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ടത്. പിണറായി വിജയന് തുടർഭരണം കിട്ടും എന്ന് തന്നെ LDF വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അടി മുറുകും. ഇനി നമുക്ക് NDA ക്യാമ്പിലേക്ക് പോകാം. അവിടെ BJP കഴിഞ്ഞ A+ മണ്ഡലങ്ങളായി കരുതിയിരുന്ന പലയിടത്തും ഇത്തവണ അവർക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. വോട്ടെടുപ്പിന് ശേഷം അങ്ങനെ വലിയ അവകാശവാദമൊന്നും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് നേമത്ത് മാത്രമാണ്. നേമത്ത് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച് കയറാനുള്ള സാധ്യത മാത്രമേ അവർ കാണുന്നുള്ളൂ. പരമാവധി 2-3 സീറ്റുകൾ തങ്ങൾ ഒതുങ്ങുമെന്ന് BJPക്ക് തന്നെ അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാത്തതും ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെതുപോലുള്ള അടിയിലേക്ക് പോകാത്തതും. അവർക്ക് തന്നെ അറിയാം ഇത്തവണ അവർക്ക് കാര്യമായ ഭൂരിപക്ഷമൊന്നും കിട്ടില്ല, കാര്യമായ സീറ്റുകൾ നേടാനാവില്ല എന്ന് അവർ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലം കലക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തെയാണ്. വീണ്ടും കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയാൻ പോകുന്നു. ചേരിതിരിഞ്ഞുള്ള അടി ഉണ്ടാകുന്നു. ഇന്ന് വൈകിട്ട് 6:30 ശേഷം ആ അടിയുടെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.